ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ നമ്മളെ സ്വന്തം പോലെ സ്നേഹിക്കുന്ന ആ പാവം ബാലാമണിയോട് നമ്മൾ ചെയ്യുന്ന ചതിയല്ലേ ഏട്ടാ ഇത്? എടി മണ്ടി, ബാലാമണിയോട് ചതി ചെയ്യുന്നത് നമ്മളല്ല, ആ ആനന്ദ് സാറാ. അതിനയാൾക്ക് നമ്മുടെ വക തിരിച്ചൊരു പണി. അങ്ങനെ വിചാരിച്ചാ മതി. നോക്ക്, ഇത് കണ്ടോ? നമുക്കും വേണ്ടിടി ഇതുപോലെ ഒരെണ്ണം. ഹലോ ഹലോ ഹലോ, ആരാ? നിങ്ങളെ അറിയാവുന്ന ഒരാള്, ശരിക്കും അറിയാവുന്ന ഒരാള് എന്ന് വെച്ചാ നിങ്ങളുടെ രഹസ്യം പിടിയുള്ള ഒരാള്. രഹസ്യം? എന്ത് രഹസ്യം? ചുമ്മാ അഭിനയിക്കല്ലേ ആനന്ദ് സാറേ. ബാലാമണിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ, സാറൊന്ന് ഞെട്ടിയല്ലേ? ആ, സാറ് അത്ഭുതപ്പെടുന്നുണ്ടാവും. രണ്ടുപേർക്ക് മാത്രം പിടിയുള്ള രഹസ്യം എങ്ങനെ എന്റെ കയ്യിലെത്തിയെന്ന്. ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുക ആ പെണ്ണിനെ അല്ലേ? ഓ, സാറിന്റെ കൊച്ച് അവളുടെ വയറ്റിൽ കിടക്കുമ്പോ അതല്ലേ പറ്റൂ. അപ്പൊ ശരി സാറേ, ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹലോ, നീ ഇങ്ങനെ അപ്സെറ്റ് ആവാതെ ആനന്ദേ. ഹരിയേട്ടാ, എങ്ങനെ അപ്സെറ്റ് ആവാതിരിക്കുക? ഒരിക്കലും ലീക്ക് ഔട്ട് ആവില്ല എന്ന് ഹരിയേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞ രഹസ്യ ഇപ്പൊ പുറത്തായിരിക്കുന്നേ. ഇതെങ്ങനെ സംഭവിച്ചു ഹരിയേട്ടാ? ഞാനും അത് തന്നെ ആലോചിക്കുന്നേ. സംബഡി ഈസ് ബിഹൈൻഡ് ദിസ് ഫൗൾ പ്ലേ. അയാളുടെ ശബ്ദം മുമ്പ് എപ്പോഴെങ്കിലും കേട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്ക്. എപ്പോഴെങ്കിലും? ഇല്ല, ഒരു പരിചയമില്ലാത്ത ശബ്ദ. മൊബൈൽ നമ്പറോ? അതിന് മൊബൈലിൽ നല്ല വിളിച്ചേ, ഏതോ പബ്ലിക് ബൂത്തിന്നാ. ഓ, അപ്പോ ബുദ്ധിപൂർവമുള്ള നീക്ക. അയാൾ വേറെന്തെങ്കിലും പറഞ്ഞോ? ഇതിൽ കൂടുതൽ വേറെ എന്ത് പറയാനാ ഹരിയേട്ടാ? ഇത്രയും തന്നെ പോരെ? അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഭീഷണിയുടെ ടോണിൽ എന്തെങ്കിലും? ഇല്ല, പക്ഷേ ഇത്രയും കൊണ്ട് നിർത്തും അയാള്? എനിക്ക് തോന്നുന്നില്ല. അത് അയാളുടെ ചിരിയിലുണ്ട്. എന്റെ പുറകെ തന്നെ ഉണ്ടാവും അയാള്. ഇനി അയാൾ എന്നെ വിളിക്കും, അതെന്റെ മനസ്സ് പറയുന്നുണ്ട്. വിളിക്കട്ടടാ. വിളിക്കട്ടെ എന്നോ? എത്ര നിസ്സാരമായിട്ട് ഹരിയേട്ടൻ അങ്ങ് പറയുന്നേ. ഒറ്റ ഫോൺ കോൾ കൊണ്ട് എന്റെ നെഞ്ചിലങ്ങ് തീ കോരിയിട്ടിരിക്കയാള്. ഹരിയേട്ടാ, ഇനി എങ്ങനെ വിളി വന്നാ? നേരിട്ട് കാണണമെന്ന് നീ പറയണം. എന്തിന്? ഇതൊരു ടെസ്റ്റാ. അതിനയാളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നീ വെറുതെ ചിന്തിച്ച് കാട് കയറി BP കൂട്ടാനൊന്നും നിൽക്കണ്ട. നമുക്ക് കണ്ടുപിടിക്കാടാ ഈ അനോണിമസ് കോളിന്റെ സോഴ്സ്. ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ നിന്റെ കൂടെ. പണിയാ ബാലാമണി? ഈ സമയത്ത് ഇങ്ങനെ വശക്കേടായിട്ടൊന്നും ഇരിക്കല്ലേ. ഇങ്ങോട്ട് എഴുന്നേറ്റേ, എഴുന്നേക്ക്. സാരല്ലേ ചേച്ചി, എനിക്കൊരു പ്രശ്നമില്ല. പ്രശ്നം ഇപ്പൊ ഉണ്ടാവില്ല, ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ചേച്ചി പറയുന്നത്. ഇങ്ങോട്ട് എഴുന്നേക്ക്, എഴുന്നേക്ക്. ദാ, ഇത് കുറച്ച് പയറും വെണ്ടയ്ക്കയാ. ഞങ്ങളുടെ അടുക്കള മുറ്റത്ത് എന്റെ കൈ കൊണ്ട് ഞാൻ തന്നെ നട്ടുണ്ടാക്കിയതാ. ഇനി അങ്ങോട്ട് പച്ചക്കറി ഐറ്റംസ് ഒന്നും ബാലാമണി പുറത്തുനിന്ന് വാങ്ങിക്കണ്ട കേട്ടോ. അതൊക്കെ കണ്ട വിഷമരുന്നൊക്കെ അടിച്ച് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ.
അതൊക്കെ വാങ്ങി കഴിച്ചാലേ ദാ ഇതിനകത്ത് കിടക്കുന്ന ഈ പാവത്തിനാ ദോഷം. എന്താ ബാലാമണി, നീ എന്താ എന്നിങ്ങനെ നോക്കുന്നേ? ആരുമില്ലാതെ തനിച്ചായപ്പോ ദൈവം എന്നെ മറന്നുപോയിന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, തെറ്റുപറ്റിയത് എനിക്കാ. അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ദിക്കറിയാതെ അലയേണ്ട ഞാൻ ഇവിടെ ചേച്ചിയുടെയും ദിനേശേട്ടന്റെ മുന്നിലെത്തുവോ? എന്റെ സ്വന്തം ആളുകളുടെ അടുത്തെത്തിയ പോലെയാ ചേച്ചി എനിക്കിപ്പോ തോന്നുന്നത്. അത് തോന്നലൊന്നും അല്ല, സത്യം തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ചോ. ബാലാമണിയുടെ സ്വന്തക്കാരായിട്ട് തന്നെ കണ്ടോ ഞങ്ങളെ, സ്വന്തം ചേച്ചിയും സ്വന്തം ചേട്ടനും. അല്ല, ഇത്രയും പറഞ്ഞു വന്നതുകൊണ്ട് ചോദിക്കുക, എങ്ങനെയാ ബാലാമണി ഇങ്ങനെ ആരോരും ഇല്ലാത്ത സ്ഥിതിയിലായത്? ഈ ചോദ്യം എത്രയോ വട്ടം ഞാൻ സ്വയം ചോദിച്ചിട്ടുണ്ട്. അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ ചേച്ചി, വിധി. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ ജീവിതം പോവേണ്ടിയിരുന്നത്. അഴകത്ത് വീടിന്റെ മരുമകളായി വന്ന ദിവസം ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണെന്ന് കരുതി. അമ്മായിയമ്മയെ പറ്റിയുള്ള പതിവ് കഥകളൊക്കെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് സ്വന്തം മകളെ പോലെ എന്നെ സ്നേഹിച്ച അഴകത്തമ്മ എന്നെ തന്നെ വേണമെന്ന് വാശി പിടിച്ച് സ്വന്തമാക്കിയ അനന്തുവേട്ടൻ. എന്നെ വിവാഹം ആലോചിച്ചെങ്കിലും ജാതകം ചേരാഞ്ഞ് പിന്മാറേണ്ടി വന്ന അനന്തുവേട്ടൻ്റെ ഏട്ടൻ ആനന്ദേട്ടൻ. അയ്യോ, അപ്പൊ ആനന്ദ് സാർ കല്യാണം ആലോചിച്ചെങ്കിലും അനിയനാ ബാലാമണിയെ കെട്ടിയത് അല്ലേ? ഇതൊക്കെ ഞാൻ അറിയുന്നത് വളരെ കഴിഞ്ഞ ചേച്ചി. എന്നിട്ട് ആനന്ദ് സാർ വേറെ കെട്ടിയോ? ഉവ്വ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, എന്നും എനിക്ക് സപ്പോർട്ടായിരുന്ന അഭിരാമി എടുത്തിയെ. പക്ഷേ നിസ്സാര കാരണങ്ങൾ കൊണ്ട് അവര് തമ്മിൽ വേർപിരിഞ്ഞു. അവരെന്താ ചെയ്യുന്നത്? അഭിരാമി എടുത്തി ഡോക്ടറാ. ഓ, ആനന്ദ് സാറും അഭിരാമി എടുത്തിയും അവരിപ്പോ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ആ, വിധിച്ചതല്ലേ വരൂ. അല്ല, എന്നിട്ട് ബാലാമണിയുടെ ഭർത്താവ് ഇപ്പൊ എവിടെയാ? അറിയില്ല ചേച്ചി. അറിയാവുന്നതൊന്നു മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഇപ്പോ എന്റെ മോൻ മാത്രം, അവന്റെ ജീവിതത്തിൽ ഞാനും. അയ്യോ, അതെന്താ അങ്ങനെ? ഇപ്പോ മോന്റെ അച്ഛൻ എവിടെ ഉണ്ടെന്നോ മറ്റോ അറിയോ? ഇല്ല. അന്വേഷിച്ചില്ലേ? സ്വന്തം മോനെ തള്ളി പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ചു പോയ ഒരാളെ പറ്റി ഞാൻ അന്വേഷിക്കണോ ചേച്ചി? അങ്ങനെയാണല്ലേ? എന്നാലും വല്ലാത്തൊരു ചരിത്രമാണല്ലോ ഈശ്വര ഈ ബാലാമണിയുടെ. ഇത്രയും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കിയ ബാലാമണി ജീവിക്കുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നമ്മുടെ വിഷമങ്ങൾ അത്രയും നമ്മൾ തന്നെ കരഞ്ഞു തീർക്കുന്നതല്ലേ ചേച്ചി നല്ലത്? ആ കരച്ചില് നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുക്കിയാൽ കൂടുതൽ നല്ലത്. അങ്ങനെയല്ല ബാലാമണി, ആരോടും പറയാതെ സങ്കടം എല്ലാം ഉള്ളിലൊതുക്കിയ അത് അപകടാ. വല്ലാതെ വീർപ്പ് മുട്ടും. ഇപ്പോ എന്നോട് ഇത്രയും തുറന്ന് സംസാരിച്ചപ്പോ ഒരിത്തിരി ആശ്വാസം കിട്ടിയില്ലേ ബാലാമണിക്ക്? വിഷമിക്കണ്ട, ദൈവം എപ്പോഴും കരയുന്നവരുടെ കൂടെയാ. ഒക്കെ ശരിയാവും. ഓ, സമ്മതിച്ചിരിക്കുന്നരീ നിന്നെ. ഞാൻ മരത്തെ കണ്ടപ്പോ നീ എന്നെ കടത്തി വെട്ടി മാനത്ത് കണ്ടു. എന്നോടിപ്പോ പറഞ്ഞതുപോലൊക്കെ തന്നെയാണ് നീ ബാലാമണിയോട് പറഞ്ഞതെങ്കിൽ നിനക്ക് ഈ ഫീൽഡിലൊരു നല്ല ഭാവിയുണ്ട്, ഉറപ്പാ. ഓരോന്ന് ചെവിയിൽ ഒതി തന്നെ എന്നെ ഉന്തി തള്ളി പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ എന്നെ വെറുതെ കളിയാക്കിയാലുണ്ടല്ലോ. ഷടാ, ഇവളെന്തൊരു കഴുതയാ.
എടീ കളിയാക്കിയതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ എത്ര തലകുത്തി നിന്ന് പയറ്റിയാലും ഇത്രയും ഈസി ആയിട്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വിശദമായിട്ട് വിവരങ്ങൾ അറിയാൻ പറ്റുകയില്ല. കാരണം എന്റെ മുഖത്തെവിടെയോ ഒരു പറ്റിപ്പ് വീരന്റെ കട്ടുണ്ട്. നീ ആ മീൻ കഷ്ണം ഇങ്ങോട്ട് വെച്ചേ. അപ്പൊ ബാലാമണിയുടെയും അഴകത്തെ തറവാടിന്റെയും ഏകദേശം ഒരു രൂപം പിടികിട്ടി. ഒരേ പെണ്ണ് രണ്ടാണ്. ചേട്ടൻ ആനന്ദ് സാറ്, അനിയൻ അനന്തു. ജാതക ദോഷം. ചേട്ടന്റെ പെണ്ണിനെ അനിയൻ കെട്ടി. കൊച്ചിനെ പറ്റി അനന്തുവിന് സംശയം. ബാലാമണിയെ പുറത്താക്കുന്നു. അനന്തു വേറൊരുത്തിയുടെ കെട്ടിയവനാവുന്നു. അല്ല, ആനന്ദ് സാറിന്റെ പെണ്ണുപിള്ളയുടെ പേരെന്താന്ന് പറഞ്ഞേ? അഭിരാമി. അവര് ഡോക്ടറാ. അപ്പൊ സെറ്റപ്പ് മൊത്തത്തിൽ ഉഷാറാ ലേഡി. അല്ല, ബാലാമണി പറഞ്ഞത് ആനന്ദ് സാറും അഭിരാമിയും തമ്മിൽ പിരിഞ്ഞു എന്നല്ലേ? പക്ഷെ അവരിപ്പോ ഒന്നിച്ചാണല്ലോ താമസിക്കുന്നത്. അപ്പൊ എന്തോ ഇതിലൊരു പെശകുണ്ടല്ലോ. എന്തേലും ആവട്ടെ. ഇനിയാ ഈ ദിനേശൻ ശരിക്കുള്ള കളി തുടങ്ങാൻ പോകുന്നത്. ആനന്ദ് സാറിന്റെ കൊച്ച് ബാലാമണിയുടെ വയറ്റിൽ വളരുന്ന വിവരം അഭിരാമി ഡോക്ടർ അറിഞ്ഞിട്ടില്ല. അതല്ലേ ഇതിലെ മെയിൻ പഞ്ച്. അടിക്കേണ്ട ആദ്യത്തെ അടി. എന്താ ചേട്ടൻ ഉദ്ദേശിച്ചത്? ഒരു ഫോൺ കോള്. അത് അങ്ങോട്ട് ചെന്നപ്പോ തന്നെ ആനന്ദ് സാറിന്റെ കിളി പോയതായിട്ടാ ഫോണിൽ കൂടെ എനിക്ക് തോന്നിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് ആനന്ദ് സാറിനുള്ള ദിനേശന്റെ രണ്ടാമത്തെ കോള. 10 ലക്ഷം രൂപയും ഡിമാൻഡ് ചെയ്തോണ്ട്. ആനന്ദ് സാറിനോട് 10 ലക്ഷം രൂപ ചോദിക്കാനോ? എന്തിന്? ഇനി ഈ ദിവ്യഗർഭം അയാളുടെ കൂടെ കഴിയുന്ന അഭിരാമിയോട് ഞാൻ പറയാതിരിക്കാൻ. ചേട്ടാ, ഇത് ദൈവം പോലും പൊറുക്കില്ല. ദൈവം തൽക്കാലം ഈ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കട്ടെ. അതല്ല ഇപ്പൊ എന്റെ ചിന്ത. 10 ലക്ഷം മതിയോ? നമ്മുടെ തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ അത് മതിയാവൂല്ലേ? കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി പടികൾ എത്ര കിടക്കുന്നു? അല്ല, ഇപ്പൊ ബാലാമണിക്ക് എത്ര മാസമാ? 2 അതോ 3? ഇനി എത്രയായാലും ഒരു 5-6 മാസമൊക്കെ മുമ്പിലുണ്ടാവുമല്ലോ. ആ ഗർഭം വളരുന്നത് പോലെ ഈ ഇഷ്യൂവും എന്റെ കൈ കിടന്നങ്ങ് വളരും. വളർന്ന് വളർന്ന് വല്ലാതങ്ങ് വൃത്തികേടാവും. ഇടയ്ക്കിടയ്ക്ക് ആനന്ദ് സാറിന് ഈ ദിനേശന്റെ ഫോൺ വിളികൾ ചെല്ലും. ദിനേശൻ ചോദിക്കുന്നതേ അങ്ങേര് കമാന്നൊരക്ഷരം മിണ്ടാതെ എടുത്ത് തരികയും ചെയ്യും. എന്നാലും എന്റെ ഏട്ടാ, എനിക്കെന്തോ ഒരു പേടി പോലെ. 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ അതൊരു വലിയ തുകയല്ലേ? വലിയ യമണ്ടം തുകയാ നമ്മളെ പോലുള്ള ദരിദ്രവാസികൾക്ക്. പക്ഷേ കൊട്ടാരം പോലുള്ള ബംഗ്ലാവുകളിൽ താമസിക്കുന്ന ദേവേന്ദ്രമാർക്കേ ഇത് വെറും കളിപ്പാട്ടം വാങ്ങിയാനേ ഉള്ളടി. അപ്പോ 10 ലക്ഷം കുഴപ്പമില്ലല്ലേ? ഇല്ല. ഇപ്പം 10 ലക്ഷം. പിന്നെ പിന്നെ ദിനേശന് ബോധിച്ചത് നമ്മൾ രക്ഷപ്പെടാൻ പോവാടി, കാശുകാരാൻ പോവാ. നീ ആ മീൻകറി ഇങ്ങോട്ട് ഒഴിച്ചേ. അബി, പറ്റുമെങ്കിൽ വൈകിട്ട് ഞാനൊന്ന് നേരത്തെ വരാം. കുറച്ചു നാളായില്ലേ സിനിമയൊക്കെ കണ്ടിട്ട്. നമുക്കിന്ന് പോവാം. ഏത് പടം വേണമെന്ന് താ നോക്കി വെച്ചോ. വേണ്ട ആനന്ദ്, ഞാൻ ഈ ഊന്നുവടിയൊക്കെ കുത്തിപ്പിടിച്ച് ആൾക്കാരുടെ തിരക്കിലൂടെ ആനന്ദിനൊരു ബുദ്ധിമുട്ടാവും. എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. വേണ്ട, എനിക്ക് വീട്ടിലിരുന്ന് കാണാൻ സൗകര്യമുണ്ടല്ലോ. തൽക്കാലം അത് മതി. ആരാന്ന് നോക്ക്. എന്താ സാറേ ഫോൺ എടുക്കാനൊരു താമസം? ഇത് ഞാനാ, നേരത്തെ വിളിച്ച അതേ ഞാൻ. ഹലോ ഹലോ, ആനന്ദ് സാറേ. ഹലോ
ഹലോ? അതെ, നിനക്കെന്താ വേണ്ടേ? ആ സാറിനെ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യം അറിയിക്കാനാണ് ഞാനിപ്പോൾ വിളിച്ചത്. അതായത് അനന്തുല്ലേ, സാറിന്റെ അനിയൻ, പുള്ളിക്കാരനെ ഞാൻ ഇന്നലെ നമ്മുടെ ആ മയൂര ബാറിൽ വെച്ച് കണ്ടിരുന്നു. എന്താ സാറേ ഒരു റിയാക്ഷനും ഇല്ലാത്തെ? അങ്ങനെ തന്നെയല്ലേ അനിയന്റെ പേര്? അനന്തു. ആ തടി ചുരുണ്ട താടിക്കാരൻ. നല്ല വെള്ളമാട്ടോ പുള്ളി. പക്ഷെ പരിചയപ്പെട്ടപ്പോഴാ നല്ല തങ്കപ്പെട്ട പയ്യൻ. ആരാ ആനന്ദ്? ഏയ് അത് ആ കേട്ടത് സാറിന്റെ ഭാര്യയുടെ ഒച്ചയല്ലേ, അഭിരാമി ഡോക്ടറുടെ? അതെന്തെങ്കിലും ആവട്ടെ. ഞാനിപ്പം വിളിച്ചത് മെയിനായിട്ടും ഈ അനന്തുവിനെ കുറിച്ച് പറയാനൊന്നുമല്ലേ. ഇടയ്ക്ക് ആ വിഷയം കയറി വന്നതാ. അല്ല സാറേ, അയാളുടെ ഭാര്യയല്ലേ ഈ ബാലാമണി? അപ്പോ ബാലാമണിയുടെ വയറ്റിൽ സാറിന്റെ കുഞ്ഞാണെന്നുള്ള രഹസ്യം അയാളുടെ ചെവിയിലെങ്ങാനും എത്തിയാൽ അയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഓ, അതോർത്തിട്ട് എനിക്ക് വല്ലാത്തൊരു പൊറുതികേട്. ഹലോ ഹലോ, സാർ കേൾക്കുന്നുണ്ടോ? താൻ ആരാ? തനിക്ക് എന്താ വേണ്ടേ? എനിക്കോ? എനിക്ക് വലുതായിട്ടൊന്നും വേണ്ട സാറേ. ഒരു 10 ലക്ഷം രൂപ. സാറേ, സാറ് കേട്ടില്ലായിരുന്നോ? എങ്കിൽ പിന്നെ ഒന്നുകൂടെ പറയാം. 10 ലക്ഷം രൂപ. സാറിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ തുകയാണെന്ന് എനിക്കറിയാം. ഇതെന്തിനാണെന്ന് സാറിന് അറിയായിരിക്കും. ആ വെള്ളമില്ലേ, സാറിന്റെ അനിയൻ അനന്തു, അവന്റെ ചേട്ടൻ അവനോട് ചെയ്ത ചതി ആ പാവത്തെ അറിയിക്കാതിരിക്കാനുള്ള തുകയാ. പക്ഷെ സാറേ, 10 ലക്ഷത്തിന് സിമ്പിളായിട്ട് തീർക്കാവുന്ന ചില വിഷയങ്ങള് ചിലപ്പോ കൈവിട്ട് പോയാ 10 കോടി കൊണ്ടും തീർക്കാനൊക്കാതെ വരും. അപ്പൊ ശരി സാറേ, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്താ ആനന്ദ്, ആരുടെ കോളായിരുന്നു? അതാ കോളേജിലെ അക്കൗണ്ടന്റ് ആയിരുന്ന ജോസഫിന്റെ. അയാളുടെ പേഴ്സണൽ ലൈഫിൽ എന്തോ പ്രോബ്ലം. അഭിജന്ന് റെസ്റ്റ് എടുക്കാൻ. എന്താടി ഇങ്ങനൊരു നോട്ടം? ചേട്ടൻ ഇത്രയും മിടുക്കനാണെന്ന് ഞാൻ ഇന്നേ വരെ വിചാരിച്ചിട്ടില്ല. ഈ കഴിവൊക്കെ എവിടെയായിരുന്നു ഇത്രയും നാളും? ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കെട്ടല്ലേ മോളെ. മെയിൻ വെടിക്കെട്ട് വരാനിരിക്കുന്നതിലേ ഉള്ളൂ. നീ നോക്കിക്കോ. വാ. എന്താ ബാലമണി ഈ രാത്രിയില്? എന്തെങ്കിലും മണീസ്നെസ് തോന്നുന്നുണ്ടോ? പെയിനോ മറ്റോ? വേദന ശരീരത്തിനല്ല ഡോക്ടർ. എനിക്ക് ഉറങ്ങാനാവുന്നില്ല. കണ്ണാടിയിൽ എന്റെ മുഖം കാണുമ്പോ അതാ പഴയ ബാലാമണിയുടെ മുഖമല്ല, ഒരു തെറ്റുകാരിയുടെ മുഖമാണ്. പെൺജന്മത്തിന്റെ വില കെടുത്തിയ, പെൺജന്മത്തെ അപമാനിച്ച തെറ്റുകാരി. ഹേയ്, എന്താ ബാലാമണി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇതിന്റെ തുടക്കം എവിടെയാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാലോ. ബാലാമണി ചെയ്ത പ്രവൃത്തിയുടെ വില, മൂല്യം, അത് ബാലാമണി ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. കരയുന്നൊരു സഹജീവിയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുക, അതാ ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാ ബാലാമണി ഇപ്പൊ ചെയ്തിരിക്കുന്നേ. പക്ഷെ ഞാനതിന് വിലയിട്ടില്ലേ ഡോക്ടർ?
36 ലക്ഷം രൂപ. അതിലിപ്പോ എന്ത് നന്മയുള്ളത്? ഏത് ദൈവം അത് ക്ഷമിക്കുക? ആർക്ക് വേണ്ടിയാ ബാലാമണി പ്രതിഫലം വാങ്ങി? സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ അതിലെവിടെയാ പാപമുള്ളേ? എവിടെയാ തിന്മ? നോക്കൂ ബാലമണി, ഇനി ഒരു 7 മാസം കൂടി കഴിഞ്ഞാല് ഈ ഉത്തരവാദിത്തം തീരല്ലേ. അതുവരെ മറ്റൊരു ചിന്തയും മനസ്സിനെ തളർത്തരുത്. കേൾക്കുന്നുണ്ടോ ബാലമണി? ഹലോ ബാലാമണി. ഡോക്ടർ ജനലിനപ്പുറത്ത് ആരോ ഒരാള്. ആരാ അത്? അറിയില്ല, എനിക്ക് പേടിയാവുക. ഡോക്ടർ, അയാൾ അവിടെ തന്നെ ഉണ്ട്. ഡോക്ടർ, ആരാ അത്? ഹലോ ബാലാമണി. ഹലോ ഹലോ. ഈശ്വരാ.